യോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ തറവാട്ടിലേക്ക് പോവാണ്. കാരണം ബേപ്പൂർ ചാലിയം ഫെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇബ വരാമെന്ന് പറഞ്ഞാണ്. ഇബ ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരും. എനിക്ക് കോട്ടക്കടവ് വരും. ഇപ്പോൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് നേരെ പോകണം. അമ്മക്ക് നാട്ടിലെത്തി. അപ്പം ഞാൻ ജസ്റ്റ് പോട്ടെ. എൻ്റെ മൈക്ക് നമ്മുടെ കണ്ടിന്യൂ. ഓക്കെ, മൈക്ക് കിട്ടി. ഓക്കെ, നമുക്ക് നേരെ പോവും. സമയമല്ല, ഓള് 6:15 വരും. അപ്പോൾ 6:55 അപ്പം പോട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ വീട് പൂട്ടി ഞാൻ നേരെ ഇറങ്ങുകയാണ്. കാരണമൊന്നുമില്ല. ഇനി പെട്രോൾ അടിക്കണം. പെട്രോൾ തീരുമോ അറിയില്ല, അവിടെ എത്തുമെന്ന് അറിയില്ല. എന്തായാലും പോയി. ഈ ബാഗിൽ എനിക്ക് നാളെ വർക്കുണ്ട്. വർക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും പിന്നെ അവിടുന്ന് ഇടാനുള്ള ഡ്രസ്സുമാണ്. അത്ര സിമ്പിൾ സ്റ്റെപ്പ്. സോ ഗൈസ് ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല. മൈക്ക് കണക്ട് ആവണില്ല. മൈക്ക് എന്താ അറിയില്ല. എന്താ മിന്നിക്കൊണ്ടിരിക്കണ്. സോ ബാലെ കിട്ടി ഗൈസ്, കിട്ടി. ഇനി ഇതിനെയും കൊണ്ട് നേരെ തറവാട്ടേക്ക്. ഒരു $100 പെട്രോൾ, അത് മസ്റ്റ് ഗൈസ്. ഞാൻ ഹെൽമെറ്റ് ഇവിടെ വെക്കുന്നുണ്ട്. അവസാനമായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ അവസാനമായിട്ട് കാണാമല്ലോ എൻ്റെ ഹെൽമെറ്റിനെ. വണ്ടി കണ്ടോ ഗൈസ്, ഇവിടെ ഫുൾ വണ്ടിയാണ്. ഭയങ്കര തിരക്കാണ് തോന്നുന്നുണ്ട്. നമ്മൾ ഏകദേശം ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട്. ഒന്ന് മുടിന്ന് സെറ്റ് ആക്കിയട്ടെ. ഹലോ ഗൈസ്, ലോട്ട്സ് ഓഫ് പീപ്പിൾ ഇൻ മൈ ഫ്രണ്ട് മീ ആൻഡ് മൈ സിസ്റ്റർ. ഏകദേശം റഷായി തുടങ്ങി. ഫുൾ സീനാണ്. എന്താ കാല് മണ്ണിൽ മുക്കാണ്. ഐസനോ ഒരു ഇതിട്ടെടുത്താ, ലൈക്ക് ഇട്ടെടുത്താ. ഇഞ്ഞാണോ ഇതൊക്കെ കാല്? കുട്ടികളും ഇതാ ഒരു മൊയന്ത് ഇവിടെ, ഒരു കുട്ടി ഇതവിടെ മേര. ചുമ്മാ അങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കണം. കുറേ ആൾക്കാർ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കും. ഓൻ്റെ പീപ്പിളി ഗൈസ്. ജിലേബി പൈസ എടുത്ത് വാങ്ങേണ്ടി വന്ന്. അതന്നെ ഫ്രീ ആയിട്ട് വാങ്ങിയാൽ മതി. ഒന്ന് ക്യാഷ് എടുക്കണം ഗൈസ്. ഒരു ഐസ്ക്രീം കൂടി ഗൈസ്. ഇവിടെ ഓടുകയാണ് എൻ്റെ വണ്ടി. ഇതുണ്ടോ, ഇവിടെ ഓടുകയാണ് എൻ്റെ വണ്ടി. ഇവിടെ ചോട്ടാൻ പറ്റില്ല. ഇത് ഇവിടെ വല. വണ്ടി തപ്പി പിടിക്കണം. ഓടാന്നറിയില്ല. ഇടയിൽ കൂടെ ഒക്കെ നടന്ന് പോകണം. അതോ കിട്ടി ഗായ്സ്, കിട്ടി. ദാ ദിസ് ഈസ് മൈ ബൈക്ക്. സെറ്റ് വീട്ടിൽ പോട്ടെ. ഇവിടെ പരിപാടി എന്ന് പറയാൻ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ഷോ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ മറ്റേ ഗാനമേള തുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ഡ്രോൺ ഷോ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഡ്രോൺ ഷോക്ക് നിൽക്കണില്ല, എനിക്ക് ചടച്ച്. ഇവിടെ കുറേ കുട്ടികളെ മുന്നേ വന്നിട്ട് വെറുതെ ഇരിക്കണം. ഒരു പരിപാടിയല്ലേ. അപ്പം ഒലഞ്ചു ചെയ്യട്ടെ. നമുക്ക് നാളെ വരാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിലെത്തി. ഇപ്പം ഞാൻ ഇവിടെ വീട്ടിൽ സോഫമേൽ വെറുതെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. നാളെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ചാലിയം ഫെസ്റ്റ്, നാളെ ബേപ്പൂർ ഫെസ്റ്റ്. നാളെ നോക്കട്ടെ. നാളെ ചിലപ്പോൾ പോകും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈബാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കും. ലെങ്ത്ത് ബ്ലോഗാക്കി ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ മിനി ബ്ലോഗാക്കി ഇടാം. ഓക്കെ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫോണിന് നെറ്റ് കിട്ടണില്ല. എനിക്ക് ഫുൾ കട്ട് റേഞ്ച് കാണിക്കുന്നുണ്ട്, പക്ഷെ നെറ്റ് കിട്ടണില്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കുന്നില്ല. ചുമ്മാ അങ്ങനെ ഇരിക്കേണ്ടി വരും. പക്ഷെ എന്താ പറയുക, BSNL ചില ടൈമിലൊരു ചടപ്പിക്കലാണ്. എല്ലാത്ത ടൈമിൽ കുഴപ്പമില്ല, ചില ടൈമിൽ ചാമ്പിക്കളും. ഗൈസ്, ഇവിടെ മോനൂസിൻ്റെ മീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. മോനെന്തോ ചെറിയ മീനെ വളർത്തുന്നുണ്ട്. ഗൈസ്, ചില ടൈമിൽ ഇതിൽ മീനെ കാണില്ലല്ലോ. കുറച്ചാണ് ഇതിലുണ്ടോ? ഇതിൽ ഇന്നാൾ വന്നപ്പോൾ ഉണ്ടേനി, പക്ഷെ ഇതിലില്ല. ഡോറൽബോൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ അതിലില്ല. അത് പോയി തോന്നുന്നുണ്ട്, ചത്ത് പോയി തോന്നുന്നുണ്ട്. അവനോട് ചോദിച്ചോട്ടെ. ചായക്ക് മിച്ചർ, ബിസ്ക്കറ്റ്. എടാ മീനൊക്കെ കൂടെ? ആ, മീൻ പോയില്ലേ? ഞാൻ മീനുണ്ട് വിചാരിച്ച് പോയി നോക്കിന്, പക്ഷെ മീനില്ല. എന്ന് പോയി? ചാടിയതാ. ISL
ജംഷഡ്പൂർ vs ബംഗളൂരു FC കളി കണ്ടോണ്ടിരിക്കുകയാണ്. എത്ര? ബാംഗ്ലൂർ 1. ടിവിൻ്റെ ഇടയിൽ ലൈനൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞങ്ങളെ പുതിയ ഡിസൈനിങ് ആണ്. ആരും കോപ്പി അടിക്കാൻ നിൽക്കണം. ഹാഫ് ടൈം ആയില്ലേ? 47 മിനിറ്റ്. അതോ ഹാഫ് ടൈം കഴിഞ്ഞ് ഞാൻ എക്സ്ട്രാ ടൈം ആണ് വിചാരിച്ചു. മാത്രമല്ലോ കണ്ടിട്ട് വരാം ഗൈസ്. അങ്ങനെ അവര് ബീച്ചിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടോ. അങ്ങോട്ടൊക്കെയാ ഇങ്ങോട്ട് നോക്കിയാ ഏതാ ആ ഗ്ലാസ് വെച്ചിട്ടൊന്ന് നോക്കട്ടെ. ഗ്ലാസ് വെക്കട്ടെ. ഏതാ മോനെ മാസ് സാധനം. അമ്പാനി മൂടല്ലേ. ഒരു തംസപ്പ് കൊടുത്താ ഫുൾ സീനാണ്. ആല് സോഫമ്മ വലിഞ്ഞു കയറാണ്. ഒരു തംസപ്പ്. ഏ ഹായ് കൊടുത്തോളാം. ഹായ് ഗായ്സ്. എന്താ ഒരാളത് അവിടെ ഇരിക്കണേ. അടുത്താള് മടിയാണ്. ക്യാമറ കണ്ടാ വെക്കുമോ ഗൈസ്. രാവിലെ തന്നെ നമ്മള് എന്താ പറയാ ബീച്ചിലൊക്കെ വന്ന് നിന്നാൽ എന്താ അവസ്ഥ. ഏതാ വ്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾ. അവിടെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് വേറെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. നൈസാണ്. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഫുള്ള് സെറ്റാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. നൈസും കൂടെ. തണുപ്പുണ്ട് ചൂടുണ്ട്, അങ്ങനത്തെ ഒരു കാലാവസ്ഥ. ഗൈസ് ഞാൻ അൻസിലിൻ്റെ വണ്ടി ഓടിക്കാൻ പോവാണ്. വണ്ടി കാണിക്കണ ഏതാ സാധനം. ദിസ് സ്പ്ലെൻഡർ ബാക്ക് സാധ്യതാണ്. ചെറുതാക്കില്ലേ നോടിച്ചാൽ എന്താ പാടൊക്കെ. നല്ല പവറിലടി. ഏതാ ലുക്കിൽ എൻ്റെ വണ്ടി ഇതേപോലെ ആക്കിയെടുക്കണം. അപ്പം നൈസാവും. എൻ്റെ വണ്ടി കുറച്ച് പണിയെടുപ്പിക്കേണ്ടി വരും ഈ ഒരു കോലത്തിലേക്ക് ആക്കണമെങ്കിൽ. ഇതുപോലെ അത്യാവശ്യം കയറ്റിയില്ലേ.